ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഹോപ്പ് യു ഓൾ ഗൈസ് ആർ ഫൈൻ ആൻഡ് ഗുഡ്. അപ്പോൾ എല്ലാവരും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും ഒക്കെ ഇരിക്കുകയെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് പോകുന്നതിൻ്റെ മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കഴിയുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ആൻഡ് ഫസ്റ്റ് തന്നെ ഞാനൊരു നന്ദി പറയുകയാണ്. യൂട്യൂബിൽ എൻ്റെ പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞിട്ട് ഒരുപാട് പേര് വാങ്ങിക്കുന്നുണ്ട്. മാഷാ അല്ലാ, ഒരുപാട് സന്തോഷം. അതുപോലെ തന്നെ വാങ്ങിച്ചവർ നല്ല റിസൾട്ട് എന്നെ അറിയിക്കുമ്പോൾ ഐ എം റിയലി ഹാപ്പി ഫോർ ദാറ്റ്. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ വേറൊരു പ്രോഡക്റ്റാണ്, മാർവാസ് ഹെയർ ഓയിൽ. ഒരു പക്ഷേ ഞാൻ ഷോർട്ട് വീഡിയോസിലൂടെയൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയ പ്രോഡക്റ്റ് തന്നെയാണ്. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഞാൻ ഈ വളരെ കുറഞ്ഞ സബ്സ്ക്രൈബേഴ്സുള്ള ഒരു യൂട്യൂബ് ചാനലിൻ്റെ ഉടമയാണ്. അപ്പോൾ എന്നിലൂടെ ഒരു 100 പേര് ഈ വീഡിയോ അല്ലെങ്കിൽ എൻ്റെ പ്രോഡക്റ്റിൻ്റെ വീഡിയോ കാണുമ്പം ആ 100 പേര് ഈ പ്രോഡക്റ്റിനെ കുറിച്ച് അറിയുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ ഒരിക്കലും ഒരു അഡ്വർടൈസ്മെൻ്റ് ആയിട്ടും ഒന്നും തന്നെ ഇതുവരെയായിട്ടൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് എൻ്റെ ഹസ്ബൻഡായാലും അല്ലെങ്കിൽ എൻ്റെ ബ്രദേഴ്സ് ഇവരൊക്കെ തന്ന ഒരു സജഷൻ പ്രകാരമാണ്, നിനക്ക് ഏതായാലും യൂട്യൂബ് ചാനൽ ഉണ്ടല്ലോ, നീ അതിലൂടെ നിൻ്റെ പ്രോഡക്റ്റിനെ കുറിച്ച് പറയ് എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഓക്കെ സജസ്റ്റ്, അതായത് ഇത് ഈ കസ്റ്റമേഴ്സിൻ്റെ ഒരുപാട് റിവ്യൂവും കാര്യങ്ങളും പറഞ്ഞിട്ട് ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മേലെ കാണുന്ന നമ്പറിലാണ് നിങ്ങൾ ഓർഡർ തരേണ്ടത്. അപ്പോൾ ഞാൻ മാർവാസ് ഹെയർ ഓയിലിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് ഞാനിപ്പോൾ ആ പ്രോഡക്റ്റിനെ കുറിച്ച് പറയുമ്പം നിങ്ങളുടെ അടുത്ത് പറയുന്നത്, ഒരു ഹെയറിന് ഒരു ഹെയർ ഫോള് അല്ലെങ്കിൽ ഹെയർ ഗ്രോത്ത് ഇതിനൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നത് ഒരിക്കലും ഒരു ഓയിലല്ല 100% അതിൻ്റെ ഡ്യൂട്ടി ചെയ്യുന്നത്. നമ്മളുടെ ഇൻടേക്കും അതിലൊരു മെയിൻ ഘടകം തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇപ്പം ഈ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് അല്ലെങ്കിൽ ഇതിനെ കൊണ്ടുണ്ടാകുന്ന ഒരു ബെനിഫിറ്റ് പറയുന്നതിൻ്റെ മുന്നേ ഞാനൊരു ഓഡിയോ നിങ്ങൾക്ക് പ്ലേ ചെയ്യാം, അതൊന്ന് കേട്ട് നോക്കൂ കേട്ടോ. റിസൾട്ടൊക്കെ നല്ലതായിരുന്നു. ഹെയർ ഓയിൽ ഞാൻ എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ ഫേസ് ഓയിൽ എന്താ വെച്ചാൽ ഉപയോഗിച്ചത് പ്രസവിച്ചെടുക്കില്ല. അപ്പോൾ ഒരു 60 കഴിഞ്ഞതിന് ശേഷം കണ്ടിന് മുഖത്തല്ല കേട്ടോ, മേലാകെ ചൊറിച്ചിലും ഒരു തരി പൊന്തലും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഒരു ഇതുള്ളതുകൊണ്ട് ഞാൻ പിന്നെ തേക്കൽ നിർത്തിയിരുന്നു. തേച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ അങ്ങനെ തേക്കലുള്ളത്. എൻ്റെ ചൊറിച്ചിൽ അത് തേച്ചിട്ടല്ല, പക്ഷേ എൻ്റെ മുന്നേ പ്രഗ്നൻ്റ് ആകുമ്പോഴുണ്ടായിരുന്ന ഒരു ചൊറിച്ചിൽ അത് മാറിയാണ്ട് പിന്നെ ഇപ്പോൾ തുടങ്ങിയതാണ്. അപ്പം ഞാൻ എന്താ സ്കിന്നിന് ഡോക്ടറെ കാണിക്കാൻ വേണ്ടി നിൽക്കണം. എന്നാലും ഞാൻ തേക്കലുണ്ട്. ഇപ്പോൾ മോൾക്ക് ഇപ്പോൾ 2 ദിവസമായിട്ട് മോളെ മുഖത്തും തേച്ചെടുക്കലുണ്ട്. ഞാൻ തേച്ചെടുത്തോളം എനിക്ക് മാറ്റം തോന്നിക്കണം. പിന്നോട് ചോദിച്ചിന് പ്രസവിച്ച് കഴിഞ്ഞപ്പോൾ വെളുത്തിക്കണ് പറഞ്ഞു തീർക്കണം. നല്ല കുഴപ്പമില്ല, എന്നാലും ഏറെ ഒരു നിറമൊക്കെ ആയിരുന്നു. ഞാൻ എന്നിട്ട് ഏതൊരു നിറം വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. തേച്ചിട്ട് കുഴപ്പമൊന്നും. അതുപോലെ തന്നെ മുടി കൊഴിച്ചിന് നല്ല മാറ്റമുണ്ട്. കാരണം മുടി ഞാൻ അവിടുന്ന് ഞങ്ങൾക്ക് വാങ്ങി തന്ന കാര്യമുണ്ടല്ലോ നേരത്തെ, ഓലെന്നെ കണ്ടതിൻ്റെ മുടി കൊയ്യുന്നത്, തലയിലൊക്കെ തേച്ച് നൂല് കുളിപ്പിക്കുമ്പോൾ ഓലെ കണ്ടത്. അങ്ങനെ പറഞ്ഞതാണ്. അവിടുത്തെ നല്ല മാറ്റമുണ്ട്. ഒരു ബോട്ടിൽ കൂടി വാങ്ങാൻ ആഗ്രഹമുണ്ട്. ഞാൻ കയ്യാനാകുമ്പോൾ പറയാതിരിച്ച് നിൽക്കുകയാണ്. ഗർഭിണികളായിരിക്കെ നമുക്ക് ഹെയർ ഫോൾ വരുന്നു, ആഫ്റ്റർ ഡെലിവറി നമുക്ക് ഹെയർ ഫോൾ വരുന്നു. ചിലർക്ക് ഗർഭിണി ആയിരിക്കുക അല്ലെങ്കിൽ പ്രസവം കഴിഞ്ഞാലും ഹെയർ ഫോൾ ഉണ്ടാവില്ല. ഒരു 6 മാസം 7 മാസം കഴിയുമ്പോഴാണ് ഹെയർ ഫോൾ തുടങ്ങുന്നത്, എന്നെപ്പോലെ. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഡെലിവറി കഴിഞ്ഞ ഒരു സ്ത്രീയുടെ ഒരു വോയിസാണ്, ഒരു ആളുടെ, എൻ്റെ ഒരു കസ്റ്റമറുടെ ഒരു വോയിസാണ് ഈ കേട്ടത്. നിങ്ങൾ നല്ല രീതിയിൽ അവർക്ക് ചേഞ്ച് ഉണ്ടെന്ന് അവർ പറഞ്ഞു. നമുക്ക് ഹോർമോണൽ ഇംബാലൻസ് ഒരുപാട് വ്യതിയാനങ്ങൾ സംഭവിക്കുന്ന സമയമാണ് ആഫ്റ്റർ ഡെലിവറി ആയാലും പ്രഗ്നൻസി ടൈമിലായാലും. അപ്പം അവരുടെ ഇൻടേക്കും ഒരുവിധം ഓക്കെ ആയതുകൊണ്ടായിരിക്കാം നമ്മളുടെ ഈ ഹെയർ ഓയിൽ അവർക്ക് നല്ല രീതിയിലുള്ള റിസൾട്ടാണ് അവർക്ക് കാണിക്കുന്നത്. അപ്പം നിങ്ങൾ ആഫ്റ്റർ ഡെലിവറി കഴിഞ്ഞ് നിൽക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു നല്ല ഒച്ച കേൾക്കുന്നുണ്ട്, എൻ്റെ മോൻ കളിക്കുക കേട്ടോ അവിടെ, അല്ലെങ്കിൽ നിങ്ങൾ ഡെലിവറി അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആയിട്ട് നിൽക്കുകയാണ്, നിങ്ങൾക്ക് ഇതുപോലെ ഹെയർ ഫോൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല റിസൾട്ട് തന്നെ കിട്ടുന്നതാണ്. ആൻഡ് മോർ ഓവർ ഇതിനെക്കൊണ്ട് വേറൊരു കാര്യം പറയാനുള്ളത്, ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ അത് പോകുന്നുണ്ട്. വലിയൊരു വിഷയം എന്നുള്ളത് പറയുന്നത് നരച്ച മുടി, അതായത് പ്രീ മെച്യൂർ ഹെയർ ഗ്രേ എന്ന് പറയുന്ന ഒരു വിഷയം ഒരുപാട് ആളുകൾ ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതും അവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് 6-8 മന്ത് കണ്ടിന്യൂസ് മാർവാസ് ഹെയർ ഓയിലിൻ്റെ യൂസേജ് കൊണ്ട് അതും പോയി കിട്ടുന്നവർ, അതും എനിക്ക് ഒരുപാട് കമൻറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ മുടിക്ക് പൊതുവെ ഒരു കളറ് കുറവുള്ളവർക്ക് ഞാനൊരു തമിഴ്നാട് കസ്റ്റമറുടെ ഒരു ഓഡിയോ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം, ഒന്ന് കേട്ടോ കേട്ടോ. 1 மந்த்தாக ஹேர் ஆயில் வாங்கி யூஸ் பண்ணுறேன். நல்லா முடி கொட்டாமையும் நல்லா கருமையாகவும் நல்லா முடி வளரவும் செய்யுது. அது மாதிரி ஃபேஸ் ஆயில் வாங்கி யூஸ் பண்ணேன், அதுவும் நல்லா பொலிவாக நல்லா அழகாக இருக்குது. அந்த மாதிரி எனக்கு இப்போ வந்து ஒரு 2 ஃபேஸ் ஆயிலும் 2 ஹேர் ஆயிலும் சென்ட் பண்ணுங்கக்கா. ஓகே,
അവർ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരുവിധം എല്ലാവർക്കും മനസ്സിലായി കാണും, നല്ല അവർക്ക് മുടി പൊതുവേ കളർ കുറഞ്ഞ ഒരു ആളായിരുന്നു. അപ്പോൾ എൻ്റെ എണ്ണ യൂസ് ചെയ്തിട്ട് നല്ല ബ്ലാക്ക് ആയിട്ടുണ്ട് ഹെയർ എന്നുള്ളൊരു കമൻറ്റ്. അതുപോലെ തന്നെ മുടി കൊഴിയുന്നില്ല, മുടി നല്ലോണം വളരുന്നുണ്ട്. ഇത് സെയിം കസ്റ്റമർ തന്നെ എനിക്ക് 4ഉം 5ഉം ബോട്ടിലാണ് അറ്റ് എ ടൈമിൽ എനിക്ക് ഓർഡർ തരാറുള്ളത്. ഓക്കെ, പിന്നെ എനിക്ക് ഫോട്ടോസായിട്ട് വരുന്നവരുടെ ഫോട്ടോ ഞാനിവിടെ ഷെയർ ചെയ്യുന്നില്ല. അത് ലേഡീസ് കസ്റ്റമർ ആസ് എ ലേഡി എന്നുള്ള നിലയ്ക്ക് എനിക്ക് പേഴ്സണലി ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ അതെനിക്കിവിടെ ഷെയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് മുമ്പേ ഞാൻ കൊടുത്തിട്ടും ഓൾറെഡി യൂസ് ചെയ്തിട്ടും എനിക്ക് കസ്റ്റമേഴ്സ് ഉണ്ട്. അവരുടെ റിവ്യൂസ് 1-2 ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തതാണ്. അപ്പോൾ താല്പര്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക. വാട്സപ്പ് ചെയ്താലും മതി, അല്ലെങ്കിൽ ഡയറക്റ്റ് വിളിക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറി ഉണ്ടെങ്കിൽ അതും നടത്താം. തീർച്ചയായിട്ടും നിങ്ങളുടെ മെസ്സേജിന് അല്ലെങ്കിൽ കോളിന് റിപ്ലൈ തരുന്നതാണ്, അറ്റ്ലീസ്റ്റ് വിത്തിൻ എൻഡ് ഓഫ് ദി ഡേ. ഓക്കെ, അപ്പോൾ പിന്നെ ചെറിയ കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നവരോട്, പ്രസവം ജനിച്ച് അവിടെ കരയുന്നുണ്ട് 1 മിനിറ്റ്. അപ്പോൾ എന്താണ്, ജനിച്ച് ഒരു 60 കഴിഞ്ഞ് അല്ലെങ്കിൽ കഴിഞ്ഞ കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. എൻ്റെ കുട്ടിക്ക് പൊതുവേ മുടി കുറവാണ് എന്ന് പറയുന്നവരുടെ 5 മന്ത് കഴിഞ്ഞ് 6th മന്ത് സ്റ്റാർട്ടാകുമ്പോൾ മുതൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഈ ഹെയർ ഓയിൽ യൂസ് ചെയ്യാം. ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളും നിങ്ങൾക്ക് വരില്ല. നല്ല രീതിയിൽ തലക്ക് നിങ്ങൾക്ക് തണുപ്പും കിട്ടുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല. 1-2 കസ്റ്റമർ റിവ്യൂ നിങ്ങളുടെ അടുത്ത് കാണിച്ചു തരണം തോന്നി, അതുകൊണ്ടാണ് ആസ് എ വോയിസ് ആയിട്ടുള്ളതിനെ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത്. വരും വീഡിയോസിൽ മറ്റുള്ള റിവ്യൂസൊക്കെ നിങ്ങളുടെ അടുത്ത് ഞാൻ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.